രാവിലെ കുളിച്ച് ഫ്രഷായതിനു ശേഷം കിച്ചണിൽ പോയി ആദത്തിനുള്ള കോഫിയുമായി ആദത്തിൻ്റെ റൂമിലേക്ക് വരികയായിരുന്നു ജിയ. അപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്ന ട്രീസയെ ജിയ കാണുന്നത്. ഗുഡ് മോർണിംഗ് ട്രീസമ്മ. ഗുഡ് മോർണിംഗ് മോളെ. ഇരുവരും പരസ്പരം വിഷ് ചെയ്ത് പുഞ്ചിരിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന കോഫി കപ്പ് ജിയ ട്രീസയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ട്രീസമ്മ കോഫി എടുക്കുവാൻ വരുമായിരിക്കുമല്ലേ? എങ്കിൽ ദാ ഇത് കുടിച്ചോ, ഞാൻ പോയി വേറെ എടുത്തോളാം. കോഫിയും നീട്ടി നിൽക്കുന്ന ജിയയെ നോക്കിയ ശേഷം ട്രീസ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ താഴെ പോയി എടുത്തോളാം. നീ ഇത് ആദത്തിന് എടുത്തതായിരിക്കുമല്ലോ, അവൻ എന്നെ കൊണ്ടുപോയി കൊടുക്കുക. ട്രീസയുടെ പറച്ചിൽ കേട്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ച ജിയയെ പിന്നിൽ നിന്നും ട്രീസ വിളിച്ചു, മോളെ ആലീസ് എണീറ്റോ? അവള് കിച്ചണിലുണ്ടോ? ട്രീസയുടെ ചോദ്യം കേട്ടതും മറുപടി എന്ന രീതിയിൽ ജിയ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ക്വാർട്ടേഴ്സിലും പോയി നോക്കി, അവിടെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാവിലെ പള്ളിയിലേക്ക് എങ്ങനെ പോയി കാണുമെന്ന്. പറഞ്ഞതിന് ശേഷം ജിയ തിരിഞ്ഞ് ആദത്തിൻ്റെ റൂമിലേക്ക് മെല്ലെ നടന്നു. ഇതേ സമയം ട്രീസയും അത് കേട്ടതിന് ശേഷം പടിയിറങ്ങി താഴെ ലിവിംഗ് റൂമിലേക്ക് വരാൻ ശ്രമിക്കവെയാണ് ആര്യൻ്റെ മുറിയുടെ വാതിൽ തുറക്കുന്നത് ട്രീസ കാണുന്നതും. പുറത്തേക്ക് വരുന്നത് ആര്യനാകുമെന്ന് വിചാരിച്ച് പുഞ്ചിരി തൂകി പടവുകൾ ഇറങ്ങി വരുന്ന ട്രീസ ഞെട്ടി. വാതിൽ തുറന്നു വന്നത് ആലീസ് ആയിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ആലസ്യത്തോടെ വരുന്ന ആലീസ് പെട്ടെന്നാണ് ട്രീസയെ കണ്ട് കണ്ണ് മിഴിച്ച് സ്റ്റക്കായി നിന്ന് പോയത്. നീ എന്താ ആലീസെ ആര്യൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? ട്രീസ ചോദ്യം മുതിർത്തതും ഞെട്ടലോടുകൂടി ആലീസ് പറഞ്ഞു, അത് ട്രീസമ്മ, ഇന്നലെ ഇച്ചതിന് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാനവിടെ ചുമ്മാ കൂട്ടിന്. പതർച്ചയോടെയാണെങ്കിലും അവൾ ഒരുവിധം കാര്യം പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടു നിന്ന് ട്രീസ പെട്ടെന്ന് പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു, ആര്യൻ എന്തു പറ്റി? വല്ല വയ്യാഴികയും വന്നോ? എവിടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുവാൻ ശ്രമിച്ച ട്രീസയെ പെട്ടെന്ന് തന്നെ ആലീസ് തടഞ്ഞു. അത് വേണ്ട, ഇച്ചാൻ ഉറങ്ങുമല്ലേ, റെസ്റ്റ് എടുത്തോടെ. വാ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ട്രീസമ്മയ്ക്ക് കോഫി വേണ്ടേ? വിഷയം മാറ്റുവാൻ ശ്രമിക്കുന്ന ആലീസിനെ കണ്ടതും സംശയത്തോടുകൂടി ട്രീസ, നീ എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നത്? നിന്റെ കാട്ടായം കണ്ടാത്തൊന്നും ആര്യൻ അവിടെ തുണിയില്ലാണ്ട് കിടക്കുവാണെന്ന്. അതെ. അല്ല, ആര്യന് ചെയ്യാൻ റെസ്റ്റ് എടുക്കൂല്ലേ? ഇരു കൈകളും വിരിച്ച് ട്രീസയെ തടഞ്ഞു നിന്നിരുന്ന ആലീസ് ട്രീസയുടെ ചോദ്യം കേട്ടതും അറിയാതെ ഉത്തരം പറഞ്ഞുപോയി. പിന്നീടാണ് താൻ പറഞ്ഞൊരു മണ്ടത്തരമാണെന്ന് വിചാരിച്ച് അത് തിരുത്തുവാൻ ശ്രമിച്ചത്. എന്നാൽ ട്രീസയ്ക്ക് കാര്യം മനസ്സിലായതും ട്രീസ തൻ്റെ മാറിൽ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് സംശയഭാവേന ഒരു പുരികം ഉയർത്തി ചോദിച്ചു, ഞങ്ങളുടെ മുമ്പിൽ അപ്പിടി ടോമാഞ്ചെറിയോ രണ്ടും? എന്നിട്ട് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലേ, അതും ഞങ്ങൾ കാണാതെ? ട്രീസയുടെ ചോദ്യം കേട്ടതും തലകുനിച്ച് നാണത്തോടുകൂടി ആലീസ് പറഞ്ഞു, അത് എപ്പോഴും ടോമാൻ ചെറിയൊക്കെ കളിച്ചാൽ ആർക്കായാലും ബോറടിക്കത്തില്ലേ, ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. ഉടനെ മറുപടി കൊടുത്തത് ട്രീസയായിരുന്നു. പിടുത്തമൊക്കെ സൂക്ഷിച്ചു വേണം, അവസാനം ജിയെ കടത്തി വെട്ടല്ലേ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ മുകളിലോട്ടാക്കി തിരിഞ്ഞ് നടന്നു പോകുന്ന ട്രീസയെ കണ്ടതും ചമ്മലോടുകൂടി ആലീസ് നെറ്റിയിൽ കൈയടിച്ചു.
അയ്യോ കർത്താവേ, ചമ്മി. ശ്ശേ. എന്നാൽ താഴെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് പോലും അറിയാതെയാണ് ജിയ ആദത്തിന്റെ മുറിയിലേക്ക് കയറിയത്. മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചതും ബെഡിൽ പുതച്ചു മൂടി കിടക്കുന്ന ആദത്തിനെയാണ് ജിയ ആദ്യം ശ്രദ്ധിച്ചത്. മെല്ലെ അവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് ബെഡിന്റെ സൈഡിലായി ഇരിക്കുന്ന ടേബിളിൽ കോഫി കപ്പ് വെച്ചതിന് ശേഷം അവനെ ഉണർത്തുവാൻ ശ്രമിച്ചു. ആദം, ആദം, എഴുന്നേക്കുന്നില്ലേ? ആദം 2-3 തവണ അവനെ വിളിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആള് നല്ല ഉറക്കത്തിലാണെന്ന് ജിയയ്ക്ക് മനസ്സിലായി. ക്ഷീണം കൊണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവൾ മെല്ലെ എഴുന്നേറ്റ് കബോർഡിനരികിലേക്ക് പോയി. അന്നത്തെ ദിവസം ആദത്തിന് മാറുവാനുള്ള ഡ്രസ്സും ആവശ്യമായ ആക്സസറീസും എടുത്ത് ടേബിളിൽ വെച്ചതിന് ശേഷം അവൾ മെല്ലെ നടന്ന് ബാത്റൂമിനുള്ളിലേക്ക് കയറി. ഹീറ്റർ ഓൺ ചെയ്ത് കബോർഡിൽ നിന്നെടുത്ത ടവൽ ഹാങ്ങറിൽ തൂക്കിയതിന് ശേഷം തിരിഞ്ഞു നടക്കുവാൻ ശ്രമിക്കവെയാണ് ബാത്റൂം ഫ്ലോറിലുള്ള വെള്ളത്തിൽ കാൽ വഴുതി താഴേക്ക് വീണത്. ബാത്റൂം ഡോർ തുറന്നു കിടന്നതിനാൽ ജിയയുടെ നിലവിളി ആദം കേട്ടിരുന്നു. ഒരു ഞെട്ടലോടുകൂടി അവൻ ചാടി എണീറ്റു. അർദ്ധനഗ്നനായ ആദം തൻ്റെ ദേഹത്തു നിന്നും പുതപ്പ് വലിച്ചു മാറ്റി നേരെ ഓടിയത് ബാത്റൂമിലേക്കാണ്. അവിടെ ചെന്നതും താഴെ വീണ് കിടക്കുന്ന ജിയയെ കണ്ട് ആദം ഒന്ന് പകച്ചു. ഒട്ടും സമയം കളയാതെ തൻ്റെ 2 കൈകളിലും അവളെ കോരിയെടുത്ത് റൂമിലേക്ക് വന്ന് ബെഡിലേക്ക് ഇരുത്തി. അതീവ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്ന ആദത്തിനെ കണ്ടതും അവളുടെ മനസ്സിലേക്ക് സംശയമാണ് ഉരുണ്ടുകൂടി വന്നത്. അത്രയും പ്രാവശ്യം താൻ കുലുക്കി വിളിച്ചിട്ടും ഉണരുവാൻ തയ്യാറാകാതിരുന്ന ആദം തൻ്റെ ഒരൊറ്റ നിലവിളിയിൽ ചാടി എണീറ്റ് വന്നത് അവളെ അത്ഭുതപ്പെടുത്തി. സംശയത്തോടുകൂടി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തന്നെ ജിയ ആദത്തിനെ നോക്കി നിന്നു. എന്നാൽ ആദമാകട്ടെ ദേഷ്യഭാവമാണ് മുഖത്തെങ്കിലും അവൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ടെൻഷനുണ്ടായിരുന്നു. വീഴ്ചയിൽ ജിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അത് പുറത്ത് കാണിക്കാതെ അതീവ ദേഷ്യത്തോടുകൂടി ജിയയെ നോക്കി നിന്നു. ജിയ, നിന്നോടാ ചോദിച്ചത് എന്താ സംഭവിച്ചത്? നീ അങ്ങനെ അവിടെ തറയിൽ കിടന്നത്? നീ വീണോ? നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. അവൻ്റെ വാക്കുകളിലെ പരിഭ്രാന്തി ജിയയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നിരുന്നാലും സംശയത്തോടുകൂടി ജിയ ചോദിച്ചു, ഞാൻ അത്രയും വിളിച്ചിട്ട് പോലും അറിഞ്ഞില്ലല്ലോ. എൻ്റെ ചെറിയൊരു കരച്ചിലിൽ എങ്ങനെ എണീറ്റേ? അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ അതല്ലല്ലോ നിന്നോട് ചോദിച്ചത്. കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച നീ പറഞ്ഞുകൊണ്ട് ജിയ കരികിലേക്ക് നീങ്ങിയതും പെട്ടെന്ന് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജിയ ആദത്തിൻ്റെ 2 കവിളുകളിലും തൻ്റെ കൈകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു, എന്തിനാ വെറുതെ ചെറിയ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടുന്നത്? ഒന്നും സംഭവിക്കില്ല. ഞാൻ വീണത് ബാലൻസോടുകൂടി തന്നെയാ. കാലൊന്ന് വഴുതിയെങ്കിലും അത്ര ശക്തിയിലല്ല ഞാൻ താഴേക്ക് വീണത്. വെറുതെ ടെൻഷൻ ആവണ്ട. പറഞ്ഞുകൊണ്ട് തലകുനിച്ച ജിയയെ ഉടനെ തന്നെ ആദം താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞു, ഇത് നിനക്കൊരു ചെറിയ കാര്യമായിരിക്കാം, ബട്ട് എനിക്ക് അങ്ങനെയല്ല. എന്നോട് തർക്കിക്കാൻ നിൽക്കാതെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുന്നതായിരിക്കും നല്ലത്. പറഞ്ഞതിന് ശേഷം വേഗം തന്നെ ആദം ബാത്റൂമിലേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ തന്നെ ആദം ഫ്രഷായി തിരിച്ചു വന്നു. അപ്പോഴും ജിയ ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മുട്ടിൽ മുഖമുളുപ്പിച്ചിരിക്കുന്ന ജിയയെ കണ്ടതും ആദം പരിഭ്രാന്തിയോടെ അവളുടെ അരികിലേക്കായി നീങ്ങിയിരുന്നു. അവളുടെ തലയിൽ സ്പർശിച്ചുകൊണ്ട് തന്നെ അവളെ ഉണർത്തുവാൻ ശ്രമിച്ചു. ആദത്തിൻ്റെ പ്രസൻസ് അറിഞ്ഞതുപോലെ ജിയ തലയുയർത്തി നോക്കി. തൻ്റെ അരികിലായി ഇരിക്കുന്ന ആദത്തിനെ കണ്ടതും ജിയ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുവാൻ തയ്യാറായി. സംശയത്തോടെ ആദം അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം.
ട്രാവൽ ചെയ്യണമെന്നില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഹോസ്പിറ്റലിലൊന്നും പോവണ്ട. എന്തിനാ വെറുതെ? ഞാനൊരു ഡോക്ടറല്ലേ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റൂ. എനിക്ക് നടുവിനെ പോലെ ഒരു വേദന ഫീൽ ചെയ്യുന്നില്ല. ജിയയുടെ പറച്ചിൽ കേട്ട അല്പനേരം ആദം ജിയയെ തന്നെ നോക്കിയിരുന്നു. എന്തോ ചിന്തിച്ചതിന് ശേഷം ജിയ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവളുടെ വയറുഭാഗത്തു നിന്നും അവൻ സാരി വകഞ്ഞു മാറ്റി. മൃദുവായി അവളുടെ വയറിലൊന്ന് തടവിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ അണിവയറിൽ ചേർത്ത് വെച്ചു. ദീർഘമായൊരു ചുംബനത്തിന് ശേഷമാണ് ആദം അവൻ്റെ ചുണ്ടുകൾ ജിയയുടെ അണിവയറിൽ നിന്നും മോചിപ്പിച്ചത്. എന്നാൽ ജിയയ്ക്കാവട്ടെ പെട്ടെന്നുള്ള ആദത്തിൻ്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണും മിഴിച്ചനങ്ങാതെ തന്നെയിരുന്നു. എതിർക്കുവാൻ ശ്രമിച്ചാൽ അതിലും വലുത് അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നല്ല ബോധ്യമുണ്ടായത് കൊണ്ടാവണം ആദം തല ഉയർത്തുന്നതുവരെ അവൾ ശ്വാസമടക്കിയിരുന്നു. പിന്നീടൊന്നും മിണ്ടാതെ തന്നെ ആദം അവളിൽ നിന്നും അകന്നു മാറി. മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി ഡൈനിങ് റൂമിൽ ഒത്തുകൂടി. അവിടെ ആര്യനും ആദമും കൂടാതെ ട്രീസയും ആലീസും ജിയയും ഉണ്ടായിരുന്നു. ജിയ ഇപ്പോൾ ആദത്തിനും ആര്യനും ഒപ്പമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആദത്തിനെ മൈൻഡ് ചെയ്യാതെ ആദത്തിൻ്റെ വാക്കുകൾക്ക് വില നൽകാതെയുള്ള ട്രീസയും അവർക്കൊപ്പം തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ട്രീസ എന്നൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പോലും മൈൻഡ് ചെയ്യാതെയാണ് ആദം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം ആലീസ് ആര്യന് പിന്നിലായി തന്നെ നിന്നു. ട്രീസയെ ഫേസ് ചെയ്യുവാൻ ആലീസിന് എന്തോ ഒരു ചമ്മൽ അനുഭവപ്പെട്ടു. ഇനി ട്രീസ എങ്ങാനും ജിയോട് തന്നെ രാവിലെ ആര്യൻ്റെ റൂമിൻ്റെ ഭാഗത്ത് കണ്ട കാര്യം പറയുമോ എന്ന നേരിയ ഭയവും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പരിഭ്രാന്തിയോടെ കൈകളിലെ ഞൊട്ടയൊടിച്ചുകൊണ്ട് ആലീസ് ആര്യന് പിന്നിലായി തന്നെ തലകുനിച്ചു നിന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ആര്യനും ആദമും ജിയയും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ആദം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നോട്ടം ജിയയിൽ തന്നെയാണ്. അതേപോലെ ട്രീസയും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നോട്ടം ആലീസിൽ തന്നെയാണ്. പരിഹാസം നിറഞ്ഞ പുഞ്ചിരിയോടെ കണ്ണുകൾ മാത്രം ഉയർത്തി ആലീസിനെ നോക്കിക്കൊണ്ട് പാത്രത്തിൽ വിരലുകൾ ഒടിച്ചിരിക്കുന്ന ട്രീസയെ ഭയത്തോടു കൂടിയാണ് ആലീസ് നോക്കി നിന്നത്. കർത്താവേ, ഈ ട്രീസാമ എന്താ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? മര്യാദയ്ക്ക് പ്ലേറ്റിൽ നോക്കി കഴുകി കളവി, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരാശ്വാസം എന്ന രീതിയിൽ ആര്യൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവിടെ ഭക്ഷണം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട് ആലീസിന് സഹിക്കില്ലല്ലോ. മനസ്സിൽ അവനെയും നല്ലതുപോലെ അവൾ സ്മരിച്ചു. പണ്ടാരക്കാലൻ എനിക്കിട്ട് പണി തന്നിട്ട് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? രാവിലെ ഭക്ഷണവും തിന്നും, രാത്രി എന്നെയും തിന്നും, എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അങ്ങ് നടക്കും. ഈ കള്ളക്കോഴിയുടെ കള്ളത്തരം മുഴുവൻ ട്രീസാമ്മ കയ്യോടെ പൊക്കിയത് ഞാൻ എങ്ങനെ ഈ മനുഷ്യനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും? പറഞ്ഞുകൊണ്ട് ആലീസ് അറിയാതെ വീണ്ടും ട്രീസ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവിടെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ അറിയാവുന്ന രീതിയിൽ തലയാട്ടിയിരുന്ന ഭക്ഷണം കഴിക്കുന്ന ട്രീസയെ കണ്ടതും വീണ്ടും ആലീസ് മനസ്സിൽ പറഞ്ഞു, കർത്താവേദയെ നോക്കിക്കൊണ്ടിരിക്കണം, എനിക്ക് വയറ് നിറഞ്ഞു. പിന്നീട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ആലീസ് കിച്ചണിലേക്ക് ഓടി. എളുപ്പത്തിൽ നടന്നു പോകുന്ന ആലീസിനെ സംശയത്തോടു കൂടി തലയുയർത്തി ആര്യൻ നോക്കി. ഈ വാണം വിട്ടതുപോലെ ഇവളെങ്ങോട്ടാ? ഇവിടെ ഇരുന്നങ്ങനെ ഫുഡ് കഴിച്ചാ പോരെ? ഇവിടെ എല്ലാരും ഒരുപാടല്ലോ, പിന്നെ ഇവള് മാത്രമാണ് കിച്ചണിൽ സ്പെഷ്യലായിട്ട് പോയിരുന്നു കഴിക്കാൻ. ഇനി വല്ല സ്പെഷ്യലോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒന്ന് ചെന്ന് നോക്കണോ? വേണ്ട, ആദം സാർ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ നനങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കും എങ്ങോട്ടാണെന്ന്. പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇവളെ ഞാൻ രാത്രി പൊക്കിക്കോളാം. മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആര്യൻ ഭക്ഷണമെടുത്ത് വായിലേക്കിട്ടു. ഇതേ സമയം ആദം ജിയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്.
തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ ഭക്ഷണം നുള്ളിപ്പെറുക്കി തിന്നുന്ന ജിയെ കണ്ടതും ആദത്തിന് ദേഷ്യമാണ് തോന്നുന്നത്. എന്നിരുന്നാലും സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ആദം അവളുടെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും 2 കൂട്ടം വിഭവമാണ് ഉണ്ടാക്കാറ്. എന്നാൽ ജിയ പ്രഗ്നൻ്റ് ആയതോടുകൂടി അതിൻ്റെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ മറ്റുള്ളവർക്കുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ജിയയ്ക്ക് ഇഷ്ടമുള്ള വിഭവവും ഉണ്ടാക്കുവാൻ ആലീസ് മറക്കാറില്ല. ഇത് ആര്യൻ മുഖേന ആദത്തിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആദം അതുകൊണ്ട് തന്നെയാണ് രൂക്ഷതയോടുകൂടി ജിയയെ നോക്കിയിരിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുത്തിട്ട് പോലും കഴിക്കാതിരിക്കുന്ന ജിയയെ കണ്ടതും ആദത്തിന് ദേഷ്യം എവിടുന്നോ ഇരച്ച് കയറുന്നുണ്ട്. പക്ഷേ ജിയുടെ കണ്ടീഷൻ അറിയാവുന്നത് കൊണ്ട് മാത്രം ആദം സംയമനം പാലിക്കുന്നതാണ്. ആലീസ്, ആദത്തിന്റെ ശബ്ദമുയർന്നതും ഡൈനിങ് ടേബിളിലിരുന്ന മൂവരും ഞെട്ടിക്കൊണ്ട് തന്നെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആദത്തിന്റെ നോട്ടം ജിയയിൽ തന്നെയായിരുന്നു. കിച്ചൺ സ്ലാബിൽ ചാരി നിന്ന് ടെൻഷനോടുകൂടി നഖം കടിച്ചുകൊണ്ടിരുന്ന ആലീസ് അപ്പോഴാണ് ആദത്തിന്റെ ശബ്ദം കേട്ടത്. കർത്താവേ, ആദം സാറല്ലേ വിളിക്കുന്നത്? ആ ട്രീസാമെങ്ങാനും ഇനി ആദം സാറിനോട് പറഞ്ഞു കാണുമോ? അതായിരിക്കുമോ വിളിക്കുന്നത്? ഏയ്, ആയിരിക്കത്തില്ല. ആയിരിക്കുമോ? ദൈവമേ, ഞങ്ങൾക്ക് വാണിംഗ് തന്നിട്ടുള്ളതാ, കല്യാണം കഴിയാതെ ഒന്നും പാടില്ലാന്ന്. എല്ലാം കഴിഞ്ഞു എന്ന് ആദം സാറിൻ്റെ ചെവിയിലെങ്ങാനും എത്തിയ ആ കോഴിക്കുഞ്ഞിൻ്റെ പപ്പും കൂടെയും പറിച്ച് ചിക്കൻ കറി വെക്കാൻ എന്നെ തന്നെ ഏൽപ്പിക്കുമല്ലോ കർത്താവേ. കർത്താവെ കാത്തോണേ. ഞാൻ വേണമെങ്കിൽ ഒരു 100 കൂട് മെഴുകുതിരി സ്പോൺസർ ചെയ്യാം, കൈവിടല്ലേ. അവൾ മുകളിലേക്ക് നോക്കി കയ്യും കൂപ്പി ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. പുറത്തേക്ക് ആലീസിനെ കാണാഞ്ഞതും ആദം വീണ്ടും ശബ്ദമുയർത്തി. ആലീസ്, ദാ വരുന്നു സാർ. അവൾ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നു. ആദത്തിനരികിലേക്ക് ചെന്നതും ആദം പറഞ്ഞു, മാഡത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ പോയി വെജിറ്റബിൾ സാലഡ് കൊണ്ടുപോവാ. ജിയെ തന്നെ നോക്കി പറയുന്നത് കണ്ടതും ആലീസിന് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അവൾ തലകുലുക്കിക്കൊണ്ട് തന്നെ കിച്ചൺ ഭാഗത്തേക്കോടി. കിച്ചണിനരികിലേക്ക് എത്തിയതും നെഞ്ചിൽ കൈയും വെച്ച് ആഞ്ഞു ശ്വാസം വലിച്ചവൾ പറഞ്ഞു, വെറുതെ ട്രീസാമയെ സംശയിച്ചു. ഇനി ട്രീസാമ പറയത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ആദം സാറിനോടൊന്നും ട്രീസാമ പറയാൻ പോകുന്നില്ല. ജിയോടെങ്ങാനും പറയാതിരുന്നാൽ മതിയായിരുന്നു. പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വേഗം വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുവാൻ തയ്യാറായി. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ വെജിറ്റബിൾ സാലഡുമായി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി. സാലഡ് അടങ്ങിയ പാത്രം ജിയയ്ക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന സമയത്താണ് അവിടേക്ക് മറ്റൊരു അതിഥി എന്ന രീതിയിൽ ഹാരിസ് കടന്നു വരുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അല്പം ലേറ്റ് ആയി പോയല്ലേ, സോറി. ഇന്നലെ ഉറങ്ങാൻ അല്പം വൈകിപ്പോയി. ആലീസ് മോളെ, കൊച്ചാപ്പനുള്ള ഫുഡ് എടുക്കടി. പറഞ്ഞുകൊണ്ട് തന്നെ ഹാരിസ് ആര്യനരികിലുള്ള ചെയർ വലിച്ചിട്ടുകൊണ്ട് ഡൈനിങ് ടേബിളിന് സമീപമിരുന്നു. ആലീസ് ഹാരിസിനരികിലേക്ക് ചെന്ന് അവനാവശ്യമായ ഫുഡ് വിളമ്പിക്കൊടുക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുവാനും ശ്രദ്ധ ചെലുത്തി. എന്നാൽ ആദം ജിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മുന്നിൽ വെച്ചിരിക്കുന്ന സാലഡ് ഇഷ്ടപ്പെടാതെ ചുണ്ടു ചുടുക്കി അതിൽ തന്നെ നോക്കിയിരിക്കുന്ന ജിയെ കണ്ടതും ആദം കണ്ണിമ വെട്ടിക്കാതെ അവളുടെ ആ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അതവൻ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ ജിയെ നോക്കിയിരുന്നു. അവൾ അലസതയോടെ തന്നെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. തനിക്കിത് കഴിക്കുവാൻ തീരെ ഇഷ്ടമില്ല എന്ന രീതിയിൽ കണ്ണുകൾ കൊണ്ട് പറ്റുന്നില്ല എന്ന് ആദത്തിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് മനസ്സിലായ വിധം ആദം കണ്ണുകൾ മിഴിച്ച് അവളെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു.
ആദത്തിന്റെ പ്രവൃത്തി കണ്ടതും ഭയത്തോടുകൂടി കണ്ണുകൾ താഴ്ത്തി അവൾ സാലഡ് ഇഷ്ടമില്ലാതെ ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് വെച്ചതും പെട്ടെന്ന് തന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി അവൾക്കും അനുഭവപ്പെട്ടു. അവൾ വാപൊത്തിക്കൊണ്ട് വാഷ് ബേസിനുള്ള ഭാഗത്തേക്ക് ഓടിപ്പോകുന്ന ജിയെ എല്ലാവരും നോക്കിയിരുന്നു. ട്രീസ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പാതിയിൽ ഉപേക്ഷിച്ച് ജിക്ക് പിന്നാലെ കുതിച്ചു. പിന്നാലെ ആലീസും ഉണ്ടായിരുന്നു. ആദമാവട്ടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ജിയ പോയ വഴിയെ നോക്കി നിന്നു. ജിയ എന്താണ് ഓടിപ്പോയതെന്ന് മനസ്സിലാകാതെ ഹാരിസ് നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടുകൂടി ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കവെയാണ് ആര്യന്റെ ശബ്ദമുയർന്നത്. സാറിരുന്ന് കഴിക്കേ, ടെൻഷൻ ഒന്നും ആകണ്ട. പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ സ്വാഭാവിക. ആര്യന്റെ വാക്കുകൾ കേട്ട ആദം രൂക്ഷതയോടുകൂടി ആര്യനെ തിരിഞ്ഞു നോക്കി. ശേഷം ജിക്ക് പിന്നാലെ നടന്നു. ഇതേ സമയം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇറക്കാൻ പോലും ആകാതെ എല്ലാം കേട്ടുകൊണ്ടൊരു ഞെട്ടലോടെ മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. വാട്ട്, ജിയ പ്രഗ്നന്റോ? ആദം ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. ഇനി വൈകിക്കുന്നത് അപകടമാണ്. മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായി. അവൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ഭക്ഷണം വായിലേക്കിട്ടു.